സ്ട്രൈക്ക് കണ്ണന്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു നമ്മുടെ വിവിയുടെ. ഒരു കള്ളൻ അങ്ങോട്ട് പെട്ട് കഴിഞ്ഞപ്പോ പിന്നെ ബാക്കിയുള്ള എല്ലാത്തിന്റെയും പേരും തെളിവുകളും ഇവനെടുത്തങ്ങോട്ട് പുറത്തേക്കിടാണ്. അതില് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വോയിസ് നിങ്ങളിൽ മിക്കവാറും ആളുകൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഞാൻ പോകട്ടോ. കാരണം ജാസോളെ, നിന്നെ കുറിച്ച് ഇനി ഞാൻ ഒരു വീഡിയോ ചെയ്യില്ലാന്ന് പ്രതീക്ഷിച്ചതാണ്. ചെയ്ത വീഡിയോ ഞാൻ കണ്ടു, പേടിച്ചിട്ട് നോക്കിയേ ഇപ്പോഴും വേറെ മാറിയിട്ടില്ല. ജാസോള് നമുക്കൊക്കെ കോപ്പിറൈറ്റ് ക്ലെയിം തരുന്നു പറഞ്ഞിട്ടുണ്ട്. പേടിപ്പിച്ചാ പറഞ്ഞത്. തീപ്പെട്ടിക്കൊള്ളി അല്ല, എന്ത് സാധനം കാട്ടുതീയാണെന്നൊക്കെയാണ് പറയുന്നത്. കാരണം ജാസ്മോള് പറയണ കേട്ടാ തോന്നും യൂട്യൂബ് എന്ന് പറയുന്നത് ജാസോളുടെ അമ്മാവനാണെന്നോ, ജാസ്മോൾക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക സജ്ജീകരണം, കോപ്പിറൈറ്റ് അതൊക്കെ ജാസോൾക്ക് മാത്രമുള്ളതാണെന്നോ പറഞ്ഞത്. അപ്പൊ ജാസോളെ കുറിച്ച് ഇനി ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈക്ക് തന്നിരിക്കും. അപ്പൊ അത് കിട്ടാതിരിക്കണമെങ്കിൽ ഞാൻ പറയണ മാതിരി ജാസോളെ കുറിച്ചൊക്കെ ഇങ്ങോട്ട് പൊക്കി അങ്ങോട്ട് പറയാം. അപ്പൊ നമുക്ക് കമ്മിങ് ബാക്ക് ടു നമ്മുടെ വിവി പറഞ്ഞ കാര്യം. അല്ല ജാസുട്ടിയെ, നീയാണോ ഈ കൊട്ടേഷനൊക്കെ കൊടുത്ത് ഷഫീന ബീവി എന്ന് പറയുന്ന ചാനല്? പാവം 1,00,000 മേലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു നല്ല ചാനലായിരുന്നു. ഈ ജാസോൾ ഇടുന്നത് പോലെ ഈ കുറെ കാര്യം വാരിക്കോറി മുഖത്ത് തേച്ച് കണ്ടോളൂ ഞാൻ വെളുത്തു പാറാൻ അങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ നിറഞ്ഞ വീഡിയോ അല്ല. അല്ല ഇനി മണ്ടത്തരങ്ങൾ മാത്രം വിളമ്പുന്ന ഒരു ചാനലല്ലായിരുന്നു. കുറേ ആളുകൾക്ക് കുറേ കാര്യങ്ങൾ, കുറേ വിവരങ്ങളൊക്കെ പറഞ്ഞു തരുന്ന നല്ലൊരു സൂപ്പർ ചാനലായിരുന്നു അത്. ജാസോളും നമ്മുടെ കരിപ്പൊടിയല്ലോ, എന്നാലും കാപ്പിപ്പൊടിയോ എന്ത് സാധനം, അവനൊക്കെ കൂടി പൈസ കൊടുത്ത് കൊട്ടേഷൻ കൊടുത്ത് ആ ചാനൽ പൂട്ടിച്ചെന്നാണ് നമ്മുടെ സ്ട്രൈക്ക് എണ്ണം വിവി പറഞ്ഞേക്കണം. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അതുപോലെ തന്നെ സായണ്ണനും ഇതെല്ലാം അറിയാമായിരുന്നു എന്നാണ് വിവി പറയുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യേ, ഇത് നിങ്ങളൊന്നും അറിഞ്ഞുകൊണ്ട് നടന്ന ഒരു സംഭവമല്ലാന്ന് ഒന്ന് തെളിയിക്കണം. കാരണം ഇപ്പൊ നമ്മൾ ഒരു കള്ളനെ പിടിച്ചു, അവനാണ് ഇതിലത്തെ ഭൂലോക ഉടായ്പെന്ന് എല്ലാവരും അങ്ങോട്ട് സ്ഥാപിച്ച് ബാക്കി എല്ലാ മക്കളും സൈഡിൽ കൂടെ നൈസായിട്ട് മുങ്ങാനാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അനുഭവിച്ച വ്യക്തികൾ, ഷഫീന ബീവി എന്ന് പറയുന്ന വ്യക്തിയുടെ ചാനൽ പോയിപ്പോ ആ വ്യക്തി അനുഭവിച്ച വിഷമങ്ങള് ഉറപ്പായിട്ടും, കാരണം നിങ്ങളൊന്നും ഉണ്ടാക്കിയെടുത്ത പോലെ ഉഡായിപ്പ് വഴിയായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ചാനലല്ല. ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി വെറുതെ ഇരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ യൂട്യൂബ് ചാനല് കോപ്രായങ്ങൾ കാട്ടി ആളുകളെ പറ്റിച്ച് ഒരുമാതിരി വിഡ്ഢിത്തരങ്ങൾ നിറഞ്ഞ കോലം കെട്ടി ഉണ്ടാക്കിയ ഒരു ചാനലല്ല ഷഫീന ബീവിയുടെ ചാനല്. വളരെ കഷ്ടപ്പെട്ട് എല്ലാ ദിവസവും ഓരോ വിഷയങ്ങളെ കുറിച്ച് പഠിച്ച് ആ വ്യക്തി ചെയ്ത കുറെ വീഡിയോസ് ആ ചാനലിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ വ്യക്തിയുടെ ചാനൽ പോയപ്പോ ആ വ്യക്തിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അന്നൊക്കെ ഷഫീന ബീവിയുടെ ചാനൽ പോയ ദിവസങ്ങളിൽ ഷഫീന ബീവി പല പ്രാവശ്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, എന്റെ ചാനൽ പൂട്ടിച്ചതിന് പിന്നില് ജാസ്മിനാണ് അല്ലെങ്കിൽ കരിപ്പൊടിയാണ്. അങ്ങനെ പല വീഡിയോകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും അതിനൊന്നും നമുക്ക് കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ നിങ്ങൾ പറഞ്ഞിട്ട് ഷഫീന ബീവിയുടെ ചാനലിന് സ്ട്രൈക്ക് കൊടുത്ത വ്യക്തി തന്നെ മുന്നോട്ട് വന്ന് പറഞ്ഞിരിക്കുകയാണ് 25,000 രൂപ കൊടുത്ത് ഈ ചാനൽ പൂട്ടിച്ചത് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ നമ്മുടെ കരിപ്പൊടിയാണെന്നാ പറയുന്നത്. ഈ കരിപ്പൊടി എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, ഇത് കാപ്പിപ്പൊടിനെ കുറിച്ചൊന്നല്ല. ഈ കരിപ്പൊടി എന്ന് പറയുന്ന വ്യക്തിയാണ് കിക്ക് എന്ന് പറയുന്ന സംഘടനയുടെ ആരാന്ന് പറഞ്ഞ പ്രസിഡന്റ്. അതായത് യൂട്യൂബിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ യൂട്യൂബിനെ, അതായത് കേരളത്തിലെ എല്ലാ യൂട്യൂബേഴ്സിനെയും ഒന്നിച്ചു പിടിച്ച് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും കൊമ്പത്തിരിക്കുന്ന ഏറ്റവും തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ കരിപ്പൊടി. അതുപോലെ തന്നെ സായി ആരാണെന്ന് എനിക്കറിയത്തില്ല, എന്തോ ഒരു സെക്രട്ടറി എന്തോ ഒരു ആളൊക്കെയാണെന്ന് പറയുന്നു. അപ്പൊ ഇവരൊക്കെ യൂട്യൂബേഴ്സിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് കേരളത്തിലുള്ള ഓരോ യൂട്യൂബേഴ്സിന്റെ ചാനല് അടച്ചു പൂട്ടി. അതെന്താ മക്കളെ, നിങ്ങൾക്ക് മാത്രം ഇവിടെ വീഡിയോ ഇട്ട് മുന്നോട്ട് പോയാൽ മതിയോ? നമുക്കറിയാം ബിഗ് ബോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയോട് കുറച്ച് കാര്യങ്ങള് ജാസ്മിന്റെ വീഡിയോ കേട്ട് കഴിയുമ്പോ കുറച്ച് ക്ലാരിഫിക്കേഷൻസും കൂടി ചോദിക്കണം തോന്നി. കാരണം ജാസ്മിൻ പറയുന്നുണ്ട്, പല ആളുകളും പറഞ്ഞു നടക്കുന്നു എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണെന്ന് പറയുന്നു. മോളെ, പല ആളുകളല്ല, മോളുടെ വീട്ടിൽ നിന്ന് തന്നെ മോളുടെ ഫാദർ ആണ് പറഞ്ഞത് എൻഗേജ്മെന്റ് കഴിഞ്ഞെന്ന്. കൃത്യമായി ഒരു ഇന്റർവ്യൂവിലാണ് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ എല്ലാവരും അത് ഏറ്റെടുത്തത്. പിന്നെ മോളും കിടന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഐ ആം കമ്മിറ്റഡ് എന്ന് പറയുന്നു. ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു പ്രഷർ കുക്കർ ആയിരുന്നു. ആ ബിഗ് ബോസ് ഹൗസില് ഈ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ലല്ലോ, ബാക്കി
ഒത്തിരി ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പങ്കെടുത്ത പരിപാടിയാ. അപ്പൊ അവരൊന്നും കുക്കറിലല്ലായിരുന്നു, അവരെയൊന്നും നമ്മൾ വേവിക്കാൻ വേണ്ടി കുക്കറിലല്ല ഇട്ടിരുന്നേ. പ്രത്യേകം ജാസ്മിനെ മാത്രം ഒരു കുക്കറിൽ ഇട്ട് വെച്ചു. അതുകൊണ്ടായിരിക്കും തണുപ്പിന് വേണ്ടി മോള് പല കാര്യങ്ങളും ചെയ്തത്. അതൊന്നും ഞാൻ എടുത്തു പറഞ്ഞ് വീണ്ടും അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയയിൽ വന്നു കുത്തിയിരുന്ന് അവനാൻ ചെയ്ത കാര്യങ്ങൾക്ക് വീണ്ടും ന്യായീകരണമായി വന്ന നമുക്ക് ഇതുപോലെയുള്ള ഒരു ക്ലാരിഫിക്കേഷൻ എന്താണ് ജാസ്മിന്റെ ഫാമിലി വന്നു പറഞ്ഞത്. ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും കാണുമല്ലോ, എവിടെയും പോയിട്ടൊന്നും കാണത്തില്ലല്ലോ. കൃത്യമായ പറഞ്ഞത് എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാന്ന് പറഞ്ഞത് നിങ്ങളുടെ ഫാമിലി തന്നെയാണ്. അപ്പൊ ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത് അവരെയാണ്. അല്ലാതെ വെറുതെ വന്നുകൊണ്ട് നമ്മളോടൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അയ്യോ ഞാൻ ഭയങ്കര പുണ്യാളത്തിയാന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. വിവി എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം അത്രമാത്രം ചാനലുകൾക്ക് ഇവൻ പണി കൊടുത്ത് പൂട്ടിച്ച് പല ആളുകളുടെയും കുറെ നാളത്തെ അധ്വാനത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ ചെയ്തിട്ടുണ്ട്. ഞാൻ സമ്മതിക്കുന്നു, അവന്റെ കൈകൊണ്ടാണ് ഈ സ്ട്രൈക്കുകളൊക്കെ വീണത്. പക്ഷേ ഈ സ്ട്രൈക്കിന് പിന്നിൽ അവന് പൈസ കൊടുത്ത് സഹായിച്ച വ്യക്തികൾ, അതിലെ ഷഫീന ബീവി എന്ന് പറയുന്ന ചാനലിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ജാസ്മിനും അതുപോലെ തന്നെ കരിപ്പൊടി എന്ന് പറയുന്ന വ്യക്തിയുമാണ് ചെയ്തതെന്നാണ് വിവി പറയുന്നത്. അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾ അവൻ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെ എന്താണെന്ന് നിങ്ങളത് വന്ന് പറയാം. അവൻ പറഞ്ഞത് അങ്ങോട്ട് നോണയാന്നോട് പറയും. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് അവൻ വരും. അങ്ങനെയാണ് എൻ്റെ ഒരു ചെറിയൊരു അറിവ്. വിവി എന്ന് പറയുന്ന ഒരു വാക്കുപോലും മോശം പറയാത്ത പുണ്യാത്മാവിനോട് ഞാൻ ചോദിക്കുകയാണ്, നീ സ്ട്രൈക്ക് കൊടുത്ത ലെറ്റ്സ് ചാറ്റ് ബ്രോ, പവർ ബ്രോ, മൈഥിലി സിസ്റ്റർ, ഇതൊക്കെ ലിസ്റ്റിൽ പെടുന്നതാ. അവരൊക്കെ എത്ര മോശം വാക്കുകള് അവരുടെ വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. വിമർശിച്ചതിന്റെ പേരിലാണ് സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നീയൊക്കെ ചെയ്യുന്നത് ഈ സെയിം പണിയല്ലേ? നീയൊക്കെ ഓരോരുത്തരുടെ വീഡിയോ എടുത്തുകൊണ്ട് വെച്ച് അവരെ വധിക്കുന്നതന്നെയല്ല നീയൊക്കെ ചെയ്യുന്നത്. അപ്പോ ചില ആളുകൾ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഷഫീന ബീവിയോ പവർ എവറോ അല്ലെങ്കിൽ ലെറ്റ്സ് ചാറ്റ് ഒക്കെ ചെയ്യുമ്പോൾ മാത്രം അതെങ്ങനെ മോശം വാക്കുകളാവും? വിതയ്ക്കുന്നതേ മനുഷ്യൻ കൊയ്യത്തുള്ളൂ. നീയും ഈ കാണാവുന്ന ആളുകളും ഓരോ ആളുകളെ കുറിച്ച് നമ്മൾ എടുത്തെടുത്ത് ഓരോ തെളിവുകൾ വെച്ച് തന്നെ ഓരോ വീഡിയോയിൽ അടുത്ത ദിവസം സംസാരിച്ചിരിക്കും. ഒരുത്തരം പുണ്യാളത്തരം കളിച്ച് ഓരോ വെളുപ്പിക്കുന്ന വീഡിയോകളായിട്ട് വരണ്ട. ഇൻക്ലൂഡിങ് സീക്രട്ട് ഏജന്റ് ലോങ് കണ്ടല്ലേ ഏറ്റവും വലിയ പെരുങ്കളനാണെന്ന് ഞാൻ പറയും. അവൻ പറഞ്ഞ ഒരു വാക്ക് പോലും ഞാൻ വിശ്വസിക്കത്തില്ല. ഇവരൊക്കെ വന്ന് ഇപ്പോ ഇരുന്ന് വെളുപ്പിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ കഴിഞ്ഞിട്ടേ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ വേറെ പുണ്യാളന്മാര് ഉള്ളൂ എന്ന് നമുക്ക് തോന്നും. ഇപ്പോഴത്തെ ഈ വെളുപ്പിക്കുന്നതിന് പിന്നില് അല്ലെങ്കിൽ ഇപ്പോ ഇവര് കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങൾക്ക് പിന്നില് കൃത്യമായ അജണ്ട ഉണ്ടാവുന്നുള്ള ഒരു സംശയം വേണ്ട. ഒരുത്തനിട്ട് പണി കൊടുക്കാൻ വേണ്ടി കിട്ടിയ പണി സീക്രട്ട് ഏജന്റ് ഒക്കെ തിരിച്ചു കൊടുക്കുന്നു. നമുക്കറിയാം ഈ സായി എന്ന് പറയുന്നവൻ ബിഗ് ബോസിലായിരുന്ന സമയത്ത് വിവി അവനെതിരെ ഇട്ട വോയിസ്, അതാണ് ഇപ്പൊ ഇവര് തമ്മിലുള്ള ഈ ശകടാപകട. അതാണ് ഇവര് തമ്മില് ഇപ്പോ ഇതുപോലെ വിവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ വന്ന് വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ എന്താണെന്നറിയത്തില്ല സയണ, നിങ്ങളെയൊന്നും ജന്മത്തെ വിശ്വസിക്കാൻ തലയ്ക്കകത്ത് എന്തെങ്കിലും ഉള്ള അതുള്ള ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അതാണ് ഓരോരുത്തരുടെയും അനുഭവം. പിന്നെ ഞാൻ പറയാട്ടോ, ഞാൻ ഇന്നലെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ കുറേ ജാസ്മിനെ സ്നേഹിക്കുന്ന വെട്ടാവളിയത്തിമാരും വെട്ടാവളിയന്മാരും വന്ന്, കാരണം അങ്ങനെ പറയാൻ കാരണമുണ്ട്. ഓരോരുത്തരിടുന്ന കമന്റിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും അസസ് ചെയ്യുക. നല്ല രീതിയിൽ നെഗറ്റീവ് ഓർ പോസിറ്റീവ് കമന്റ്സ് ഇട്ടാലും ഞാനൊന്നും പറയില്ല. പക്ഷെ വൃത്തികേട് വന്ന് എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോയുടെ നീ ബോഡി വാടി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ പറയും. അങ്ങനെയുള്ളവരെയാണ് ഞാൻ വെട്ടാവളിയും ഗണത്തിൽ ഉൾപ്പെടുത്തിയത്. അങ്ങനെയുള്ള ആളുകളോട് ഞാൻ പറയുവാണ്, വെറുതെ സമയം കളയണ്ട. എനിക്ക് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് തോന്നുന്നു അത് ഞാൻ അങ്ങനെ തന്നെ പറയും. ഒരു കാര്യത്തിനും എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനോ 2 സബ് കിട്ടാനോ വേണ്ടിയിട്ട് ഞാൻ അല്ലെങ്കിൽ ഇനിയിപ്പോ യൂട്യൂബില് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് കഞ്ഞി കുടിക്കാൻ പോലും പറ്റില്ല എന്ന് പറയുന്ന ആളുകളോട് ഞാൻ പറയുന്നു, ഞാൻ കഞ്ഞി കുടിക്കാതെ ബിരിയാണി തിന്നു ജീവിച്ചോളാം. മനസ്സിലായോ? അതെന്ന് നിങ്ങൾ ഇവിടെ വന്നിരുന്ന് മെഴുകിയോണ്ടൊന്നും എൻ്റെ വായടയ്ക്കാൻ പറ്റത്തില്ല. എനിക്ക് തെറ്റാന്ന് തോന്നുന്ന കാര്യങ്ങൾ തെറ്റാന്ന് തന്നെ പറയും. അതിനിപ്പോ എത്ര വലിയ യൂട്യൂബർ ആണെങ്കിലും കോപ്പിറൈറ്റ് അല്ല എൻ്റെ ജാസോളെ. ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും അങ്ങോട്ട് ചെയ്യാം. ജാസോളിൽ വന്നിരുന്ന് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് എനിക്ക് ഓടിപ്പോന്നില്ല. മോളിത്തിരി വലിയ ചാനൽ വല്ലാണ്ട് ചാനലായ പോലും ഇവിടെ ഒരു രോമം പോലും അല്ല. അതാദ്യം മനസ്സിലാക്കുക. അവനവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പലവട്ടം ജാസ്മിൻ പറയാണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയുന്നു. ഈ തെറ്റിനെ എല്ലാത്തിനും മറയ്ക്കാൻ വേണ്ടി ഒരു പ്രഷർ കുക്കർ എടുത്ത് അങ്ങോട്ട് ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ചെയ്ത തെറ്റില്ലാതാവത്തില്ല.
അവനവൻ ചെയ്ത തെറ്റ് അംഗീകരിക്കുക. അതിനെക്കുറിച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്ത കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചെയ്യാത്ത ഒരു കാര്യം ഒരു വീഡിയോയിലും ഒരാളും എടുത്തു പറഞ്ഞിട്ടില്ല. എന്റെ വീഡിയോയിൽ എന്തായാലും ജാസ്മിൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്താണ് അവിടെ കണ്ടത്, അതിപ്പോ ബിഗ് ബോസ് എങ്ങനെയാണ് ഇവിടെ കൊണ്ട് കാണിച്ചതെന്നല്ല, നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു ഗെയിമിനൊക്കെ പോകുമ്പോൾ നമുക്ക് അതിനുള്ളിൽ കയറി നോക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ കാണുന്ന കാര്യം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയില് വേറെ കുറെ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. നമ്മൾ അവരെ ഒന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോ എനിവേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റെന്ന് തന്നെ പറയും. അത് ആരാണെങ്കിലും, അത് ജാസ്മിൻ അല്ല, പൊടിയോ കരിയോ എന്ത് തേങ്ങയാണെങ്കിലും പറയാനുള്ളത് പറഞ്ഞു തന്നെ പോകത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ നല്ലൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ഓരോ ദിവസം ഇങ്ങനെ പയ്യെ പറഞ്ഞു പോകാം. കാരണം കണ്ടന്റ് വേണ്ടേ, ചേച്ചി കഞ്ഞി പിടിക്കണ്ടേ. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാം. എല്ലാവർക്കും ടാറ്റാ ബൈ.